വാഗ അതിർത്തിയിലുണ്ടായ ചാവേർ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. അതിനിടെ ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആയി ഉയർന്നു. ആക്രമണം സംബന്ധിച്ച് രഹസ്യാന്വേഷണ ഏജൻസിയായ റോ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യ പാക് അതിർത്തിയിലെ വാഗയിൽ ഇരു സൈന്യങ്ങളുടെയും പരേഡ് കണ്ട് മടങ്ങിയവരായിരുന്നു ചാവേർ സ്ഫോടനത്തിന് ഇരയായത്. പരേഡിന് ശേഷം ആളുകൾ തിങ്ങിക്കൂടിയ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അതിർത്തിയിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള കരമാർഗ ചരക്ക് നീക്കവും നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനിടെ ആക്രമണം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗമായ റോ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്തിയേക്കുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നേരത്തെ അൽ-ഖ്വയ്ദ ബന്ധമുള്ള തീവ്രവാദ സംഘടനയായ ജന്തുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. അഫ്ഗാൻ അതിർത്തിയിലെ ഗോത്രമേഖലകളിൽ പാക് സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായാണ് ആക്രമണമെന്നും അവർ വ്യക്തമാക്കി. ആക്രമണത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനമന്ത്രിമാർ അപലപിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ പരേഡ് 3 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഇന്ത്യ പാക് സൈന്യങ്ങൾ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.